ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മാത്സ് കഫേ ക്യൂ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. S2 ഫിസിക്സിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിലെ എസ്എ ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പ് നിങ്ങൾക്ക് ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ കാണും. അത് നിങ്ങൾ ഒരു 3 to 4 ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വർക്കൗട്ട് ചെയ്യുക. ആ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും മെജോറിറ്റി റിപ്പീറ്റ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് 2023 ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറല്ല, അതിന് മുമ്പത്തെ ഒരു 2023 to 2020 ഇവരുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും നോക്കുന്നത് നല്ലതായിരിക്കും. 2 മാർക്ക് ആയാലും അത് തന്നെ ആയിരിക്കും, 4 മാർക്ക് ആയാലും അത് തന്നെ ആയിരിക്കും. 4 മാർക്കിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട്, അതിന് ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ആദ്യം തന്നെ വായിച്ച് മനസ്സിലാക്കുക. അതിനകത്ത് കുറേ ടേംസ് ഒക്കെ തന്നിട്ടുണ്ട്, അത് എടുത്ത് എഴുതുക. അതിന് 1 മാർക്കൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ പ്രോബ്ലംസ് അറിയത്തില്ലെന്നും പറഞ്ഞ് ചുമ്മാതെ ആ പ്രോബ്ലംസ് ഒന്നും കളയരുത്. പിന്നെ കുറേ ഇക്വേഷൻസ് ഒക്കെ ഇമ്പോർട്ടൻറ്റ്, കുറേ ഇക്വേഷൻസ് എപ്പോഴും ഒരു ചിലയിടത്തു നിന്ന് തന്നെ ആയിരിക്കും പ്രോബ്ലംസ് ചോദിക്കുന്നത്. അത് നിങ്ങൾക്ക് PYQ നോക്കിയാൽ വ്യക്തമായിട്ട് മനസ്സിലാവും. അത് നോക്കി നിങ്ങൾ പഠിക്കുക. നമ്മളിപ്പം എസ്എ ടോപ്പിക്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഒരു എസ്എ ടോപ്പിക് ആയിരിക്കും പറയുന്നത്. ഓക്കെ, ഒരു 5 എസ്എ ആയിരിക്കും പറയുന്നത്. ഫസ്റ്റ് എസ്എ എന്ന് പറയുന്നത് നമുക്ക് പറയാം. ഒരു മിനിറ്റ്. ഓക്കെ, ഫസ്റ്റ് എസ്എ എന്ന് വെച്ചത് കാർനോട്ട് സൈക്കിൾ ആണ്. കാർനോട്ട് സൈക്കിൾ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ എന്തൊക്കെ പഠിക്കണം? പെട്രോളും പഠിക്കണം, അതുപോലെ ഡീസലും പഠിക്കണം. കാരണം ഈ 3 എസ്ഐയിൽ ഒരെണ്ണം ഉറപ്പായിട്ടും ചോദിക്കും. എന്ന് വെച്ചാൽ ഷുവർ ഷോട്ടാണ്. ഒന്നെങ്കിൽ കാർനോട്ട് സൈക്കിൾ ചോദിക്കും, കാർനോട്ട് ഹീറ്റ് എഞ്ചിൻ ചോദിക്കും, അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിൻ ചോദിക്കും, അല്ലെങ്കിൽ ഡീസൽ എഞ്ചിൻ ചോദിക്കും. അത് 3ഉം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പറയാനുള്ളത് മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോ. പിന്നെ അതിൻ്റെ കൂടെ ഒരു ടോപ്പിക്ക് നമ്മൾ വിട്ടുപോയിട്ടുണ്ട്, ലീസ്റ്റ് ഡിസ്ക് എന്ന് പറയുന്നൊരു ടോപ്പിക്കുണ്ട്. ലീസ്റ്റ് ഡിസ്ക് ഇത് എല്ലാ പ്രാവശ്യവും ചോദിക്കുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ്, ലീസ്റ്റ് ഡിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഇത്രയും പഠിക്കുക. പിന്നെ നമ്മളൊരു 3 to 4 ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇവാലുവേറ്റ് ചെയ്തപ്പം നമുക്ക് കിട്ടിയത് ടോപ്പ് 15 ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇത് ഇത്രയാണ്. ഇത് നിങ്ങൾ എന്തായാലും നോക്കേണ്ടത് മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ആണ്. പിന്നെ എന്താണ് കാർനോട്ട് സൈക്കിൾ, പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ ഇവിടെ ഇല്ല. സോളാർ കോൺസ്റ്റന്റും കുറേ പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുപോലെ ഇതെല്ലാം ലീസ്റ്റ് ഡിസ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും നോക്കുക. ഓക്കെ, എസ്എ നിങ്ങളൊരു 5-6 എസ്എ നോക്കി വെച്ചാൽ ഈ 15 എസ്എ ഇപ്പോൾ ഇരുന്ന് പഠിക്കാൻ ഞാൻ പറയുന്നില്ല, കാരണം നാളെയാണ് നിങ്ങൾക്ക് എക്സാം. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് തന്നെയാണ് പറയുന്നത്. എന്താണ്, നിങ്ങൾ PYQ മാത്രം നോക്കിയാൽ മതി. PYQ നോക്കുക, അതിലെ പ്രോബ്ലംസും അതിലെ 2 മാർക്കും എല്ലാം എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പം നിങ്ങൾ അത് തന്നെ നോക്കി പഠിക്കുക. ഓക്കെ, 2 മാർക്ക് ആയാലും 4 മാർക്ക് ആയാലും 50 മാർക്ക് ആയാലും റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ വാല്യൂ വളരെ കൂടുതലാണ്. അത് കാരണം നിങ്ങൾ അതിൻ്റെ പേരിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യം ഒന്നുമില്ല. നിങ്ങൾ അത് നല്ല വൃത്തിയായിട്ട് തന്നെ നോക്കി പഠിക്കുക. നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനേക്കായി 2023, 2022, 2021, 2020 ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് നോക്കിപ്പോയാൽ അത് തന്നെ വരാനുള്ള ചാൻസ് കാണും. ഓക്കെ, താങ്ക് യു.